खुदाया कहाँ पे आपका बेटा कहाँ पे है? ജമ്മുകാശ്മീരിൽ വൻ ഭീകരാക്രമണം ഉണ്ടായിരിക്കുന്നു. മരണം 25 കടന്നു, 27ലേക്ക് എത്തിയെന്നാണ് ഏറ്റവും ദുഃഖകരമായ വിവരം ഇപ്പോൾ പുറത്തുവരുന്നത്. വിനോദസഞ്ചാരത്തിനായി എത്തിയ നിരവധി ആളുകളാണ് ഭീകരരുടെ തോക്കിനിരയായത് എന്നുള്ളതാണ്. ജമ്മുകാശ്മീരിലെ പഹൽഗാമിലെ ബൈസരൻ എന്ന പ്രദേശം വിനോദസഞ്ചാരികൾക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു സ്ഥലം കൂടിയാണ് ഇത്. രാജസ്ഥാന്, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നവരാണ് ഇത്തരത്തിൽ വിനോദസഞ്ചാരികളാണ് ഇത്തരത്തിൽ കൊല ചെയ്യപ്പെട്ടത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരമായി ഘട്ടത്തിൽ വരുന്നത്. കർണാടക, തമിഴ്നാട്, മഹാരാഷ്ട്ര, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരൊക്കെ ഇതിൽ പെട്ടിട്ടുണ്ട് എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. കുറ്റവാളികൾ കഠിനമായ തിരിച്ചടി നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതിനകം തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. വീഡിയോ കോൺഫറൻസിംഗിലൂടെ അദ്ദേഹം ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തി. എല്ലാ ഏജൻസികളുടെയും അടിയന്തര സുരക്ഷാ അവലോകന യോഗം ഉടൻ നടക്കും എന്നുള്ള പ്രധാനപ്പെട്ട വിവരം പുറത്തു വരുന്നുണ്ട്. അമിത്ഷാ ഇപ്പോൾ ശ്രീനഗറിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ലഷ്കർ തൈബ അനുകൂല സംഘടനയായ ദി റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന ഭീകര സംഘടന ഏറ്റെടുത്തു എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ്, അതായത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് മാത്രമാണ് നമുക്കറിയാം പാകിസ്ഥാനിലെ സൈനിക മേധാവി 16 ഏപ്രിലാണ് പാകിസ്ഥാനിലെ സൈനിക മേധാവി ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കിയത് അദ്ദേഹം പറഞ്ഞത് അതായത് പാകിസ്ഥാൻ കശ്മീർ ഈസ് ഔർ ജുഗുലർ വെയിൻ, അതായത് കാശ്മീർ ഞങ്ങളുടെ നാഡിയുടെ ഭാഗമാണ് എന്ന് പറയുന്നു. ആർമി ചീഫ് ആസിഫ് മുനീറാണ് പറയുന്നത്. കശ്മീരുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഞങ്ങൾ നിർത്തിയിട്ടില്ല, അത് നമ്മളിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളെല്ലാം നടത്തുമെന്ന് പറഞ്ഞത് പാകിസ്ഥാൻ്റെ ആർമി ചീഫ് കൂടെ ആസിഫ് മുനീറാണ്. ആ പ്രസ്താവന ഇന്ത്യക്ക് വലിയ പ്രതിഷേധമുണ്ടാക്കിയ ഒരു പ്രസ്താവനയായിരുന്നു. അത് പറഞ്ഞ് ഏതാനും ഒരു 5-6 ദിവസങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ഇത്ര വലിയ ഭീകരാക്രമണം ഉണ്ടായത്. പാക് ബന്ധം ഇതിനകം തന്നെ സംശയിച്ചു കഴിഞ്ഞു കേന്ദ്ര സർക്കാർ എന്ന വിവരം കൂടി ഇക്കടത്തിൽ പുറത്തു വരുന്ന സാഹചര്യം ഇതിനോട് ചേർത്ത് വെക്കണം. ഏതായാലും ദാരുണമായ സംഭവം, 27 മരണം സ്ഥിരീകരിക്കപ്പെട്ട പശ്ചാത്തലം ഏറെ നിർണായകമാണ്. ശക്തമായ തിരിച്ചടി ഇന്ത്യയുടെ ഭാഗത്ത് ഉണ്ടാകുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇതിനകം വ്യക്തമാക്കിയ സാഹചര്യം കൂടി മനസ്സിലാക്കണം. ആദ്യം ഒരു ടെറർ അറ്റാക്കാണ് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടായിരുന്നില്ല. പിന്നീടാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ടെറർ അറ്റാക്ക് എന്ന രീതിയിലെ കാര്യങ്ങൾ എത്തിയത് എന്നാണ് മനസ്സിലാകുന്നത്. അനന്തനാഗ് ജില്ലയിലാണ്, കശ്മീരിലെ അനന്തനാഗ് ജില്ലയിലെ പഹൽഗാമിലാണ് ഈ ദാരുണ സംഭവം ഉണ്ടായത് എന്നുള്ളതാണ്. മരണസംഖ്യ ഉയരുന്നു എന്നുള്ള വിവരം കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. കിരൺ ബാബു ഉണ്ട്. കിരണ്, ഏറെക്കാലമായി സമാധാനമായിരുന്നു കശ്മീരിലുണ്ടായിരുന്നത്. ഇപ്പോൾ ഇത്തരത്തിലൊരു ആസൂത്രണം, അത് കുറേ കാലമായി കാലേക്കൂട്ടിയുള്ള ആസൂത്രണത്തിൻ്റെ ഭാഗമായി തന്നെ സംഭവിച്ച ഒരു ഭീകരാക്രമണമായി തന്നെ കരുതാമല്ലേ? രഞ്ജിത്തെ, അതുതന്നെയാണ്. സമാധാനപൂർവ്വമായി കശ്മീർ മുന്നോട്ട് പോവുകയായിരുന്നു. പ്രധാനമായും കശ്മീരിലെ ജനവാസ മേഖലകളിലും അതോടൊപ്പം തന്നെ ടൂറിസ്റ്റ് സ്പോട്ടുകളിലുമെല്ലാം തന്നെ ഈ സമാധാനം നിലനിർത്തുന്നു. ഇതിനിടയിലൊക്കെ ചില ഭീകരാക്രമണങ്ങളും ഒക്കെ ഉണ്ടായെങ്കിൽ പോലും അത് ഇത്തരം മേഖലകളിലൊന്നും ആയിരുന്നില്ല. അത് പട്ടാളക്കാരുമായി നേരിട്ടുള്ള ചില ആക്രമണങ്ങൾ മാത്രമായിരുന്നു. അതിനപ്പുറത്തേക്ക് ജനങ്ങളുടെ ജീവിതത്തിൽ അവിടുത്തെ ടൂറിസം മേഖലയിലൊക്കെ വലിയ സമാധാനമുണ്ടായിരുന്നു. അവിടേക്ക് ഇന്ത്യയിൽ നിന്നുള്ള ആളുകളും വിദേശികളുമൊക്കെ തിരിച്ച് കശ്മീരിലേക്ക് ഒരു ടൂറിസം സ്പോട്ടായി തന്നെ മാറുകയും അവിടേക്ക് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ടൂറിസ്റ്റുകളുടെ എണ്ണത്തിലൊക്കെ വലിയ വർധനവുണ്ടായിരുന്നു. അങ്ങനെ ഒരു സമാധാനപരമായ അന്തരീക്ഷത്തിലേക്കും കശ്മീരിലെ ജനതയുടെ ജീവിതത്തിൽ മെച്ചപ്പെടുന്ന രീതിയിലേക്ക്, സാമ്പത്തികമായി അടക്കം മെച്ചപ്പെടുന്ന രീതിയിലേക്ക് അവിടെ ടൂറിസ്റ്റുകളുടെ എണ്ണമൊക്കെ കൂടുന്ന ഒരു അവസ്ഥയായിരുന്നു. അവിടേക്കാണിപ്പോൾ അവരുടെ ജീവിതത്തിൽ തന്നെ ഇടുത്തി വീണതുപോലെ ഇപ്പോൾ ഈ ഭീകരാക്രമണം ഉണ്ടായിരിക്കുന്നത്. സമീപകാലത്ത് ഇന്ത്യയിൽ ഉണ്ടായിരിക്കുന്ന ഭീകരാക്രമണങ്ങളിൽ വലിയ ശക്തമായ ഒരു ഭീകരാക്രമണമാണ് ഇതെന്നുകൂടി മരണസംഖ്യയുടെ എണ്ണം കണക്കാക്കുമ്പോൾ പറയേണ്ടി വരും. 27 പേരാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നത്. അതിൽ 2 വിദേശികൾ കൂടി കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് സ്വാഭാവികമായും വിദേശ രാജ്യങ്ങൾ, കാശ്മീരിനെയും ഇന്ത്യയും ഒക്കെ വിദേശ രാജ്യങ്ങളിലടക്കം ഈ വാർത്ത വലിയ രീതിയിൽ പ്രചരിക്കാനൊക്കെ സാധ്യതയുള്ള ഒന്നുകൂടിയാണ്. അവിടത്തേക്ക് സാധാരണക്കാരായ മനുഷ്യരുടെ നേരെയാണ് നിറയൊഴിച്ചത് എന്നതുകൂടി ആലോചിക്കണം. ഈ ഭീകരർ എപ്പോഴും അവർ ദുർബലമായിരിക്കുന്ന അവസ്ഥയിൽ അവരുടെ ശക്തി തെളിയിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ അവർ അത്തരം കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്നത് എപ്പോഴും ആൾക്കൂട്ടത്തിന് നേരെ നിറയൊഴിക്കുക എന്നുള്ളതാണ്. കാരണം ഏറ്റവും നിരായുധരായ മനുഷ്യർക്ക് നേരെ നിറയൊഴിക്കുക എന്നുള്ളത് താരതമ്യേന കുറഞ്ഞ ഇന്റലിജൻസ് ആവശ്യമായ ഒരു പ്രവൃത്തിയാണ്. അവർ ഏതെങ്കിലും തരത്തിൽ
പ്രതിരോധിക്കില്ല. അതുകൊണ്ട് തന്നെ അവരുടെ നേരെ നിറയൊഴിക്കൽ എളുപ്പവുമാണ്. കുറച്ച് തീവ്രവാദികളുണ്ടെങ്കിൽ തന്നെ അവർക്ക് തോക്കോ അല്ലെങ്കിൽ മറ്റ് ബോംബോ ആയുധങ്ങളോ ഉണ്ടെങ്കിൽ കൂടുതൽ പേരെയൊക്കെ കൊലപ്പെടുത്താൻ കഴിയുക സാധാരണക്കാരായ ജനങ്ങളാണ്. ഇങ്ങനെ സാധാരണക്കാരായ ജനങ്ങൾക്ക് നേരെയാണ് ഇത്തവണയും അവിടെ നിറയൊഴിച്ചിരിക്കുന്നത്. അവിടത്തേക്ക് എത്തിയ ഇതൊരു ട്രക്കിംഗ് പോയിന്റാണ്. ഈ ട്രക്കിംഗ് പോയിന്റിലേക്ക് ബസ്സിലോ അല്ലെങ്കിൽ മറ്റ് വാഹനങ്ങളിലോ കാറിലോ ട്രക്കിലോ ഒന്നും എത്തിച്ചേരാൻ കഴിയുന്ന ഒരു സ്ഥലം കൂടിയല്ല ഇത്. അതുകൊണ്ട് തന്നെ ഈ സ്ഥലത്തേക്ക് നടന്നോ അല്ലെങ്കിൽ കുതിരപ്പുറത്തോ കോവർ കഴുതപ്പുറത്തൊക്കെയാണ് സഞ്ചാരികൾ എത്തുന്നത്. ബൈസരൻ എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും അതിമനോഹരമായ ലോകത്തിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ട്രക്കിംഗ് പോയിന്റുകളിൽ ഒന്നുകൂടിയാണ്. അത് ഒരു മോഡറേറ്റ് ട്രക്കിംഗ് പോയിന്റ് കൂടിയാണ്. കാരണം അങ്ങനെ അത്യധ്വാനമില്ലാതെ തന്നെ സാധാരണഗതിയിലൊക്കെ നടന്നോ അല്ലെങ്കിൽ കുതിരപ്പുറത്തൊക്കെ എത്താൻ കഴിയുന്ന ഒരു ട്രക്കിംഗ് പോയിന്റാണ്. ഇത്തരം മോഡറേറ്റ് മൈൽഡ് ട്രക്കിംഗ് പോയിന്റുകളിലാണ് കൂടുതൽ സഞ്ചാരികളൊക്കെ എത്തുന്നത്. അങ്ങനത്തെ ഒരു പോയിന്റിലാണ് അത്. ഒരു പൂർണ്ണമായും മലകളാൽ ചുറ്റപ്പെട്ട മരങ്ങളാൽ നിറഞ്ഞ കാടൊക്കെ നിറഞ്ഞ ഒരു താഴ്വര അത്തരമൊരു പ്രദേശം കൂടിയാണ്. അവിടേക്ക് ഈ കുതിരപ്പുറത്തോ അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ നടന്നോ അല്ലാതെ എത്തിച്ചേരാൻ കഴിയുകയില്ല എന്ന പ്രത്യേകത കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാട്ടിലൊക്കെ സ്വാഭാവികമായും ഭീകരവാദികൾക്ക് ഈ ഭീകരർക്ക് ഒളിച്ചിരിക്കാനൊക്കെയുള്ള സൗകര്യമൊക്കെ കൂടുതൽ ആണ് എന്ന പ്രത്യേകതയുണ്ട്. എന്തായാലും അവിടെ ഇങ്ങനെ ഒരു വലിയ ഭീകരാക്രമണം നടന്നിരിക്കുന്നു. 27 പേരുടെ മരണം ഇപ്പോൾ തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്നു. ഇനിയും കുറേ പേർ കൂടി പരിക്കേറ്റ് കഴിയുന്നുണ്ട്. അവരുടെയൊക്കെ ജീവൻ രക്ഷിക്കാനുള്ള തീവ്രമായ ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യൻ സേനയുടെ ഭാഗത്തു നിന്ന് നടക്കുന്നത് പ്രധാനമായും ആദ്യത്തെ ഘട്ടത്തിൽ ചെയ്യേണ്ടിയിരുന്നത് അവിടുന്ന് ആളുകളെ രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ എത്തിക്കുക എന്നുള്ളതാണ്. അവിടെയുള്ള പരിക്കേറ്റവരെയും അല്ലാതെ അവിടെ ഉള്ളവരെയും എല്ലാം തന്നെ ആ സ്ഥലത്ത് നിന്ന് ഒഴിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ വ്യാപകമായ തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയെ സംബന്ധിച്ച്, ഇന്ത്യൻ സേനയെ സംബന്ധിച്ച് ഇത് അഭിമാന പ്രശ്നം കൂടിയാണ്. ഏത് വിധേനയും ഈ ഭീകരരെ പിടികൂടുക എന്നുള്ളത്. അതിനുവേണ്ടി ഇവിടെ നിന്ന് ഏതെല്ലാം വഴിയിലൂടെയാണോ പുറത്തേക്ക് പോകാൻ രക്ഷപ്പെടാനുള്ള വഴികൾ, ഈ വഴികളെല്ലാം ഏകദേശം പൂർണ്ണമായും തന്നെ സേന അടച്ചിട്ടുണ്ട്. വലിയ തോതിലേക്കാണ് സേനാ വിന്യാസം ഈ പ്രദേശത്തേക്ക് വന്നിട്ടുള്ളത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെ അല്പസമയത്തിനുള്ളിൽ പൽഗാമിൽ എത്തിച്ചേരും. ഇത് ഈ വിഷയത്തിൽ എത്രത്തോളം ഗൗരവത്തോടു കൂടിയാണ് ഇന്ത്യ ഈ വിഷയത്തെ സമീപിക്കുന്നത് എന്നതുകൂടിയാണ് വ്യക്തമാക്കുന്നത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി തന്നെ എത്തിച്ചേരും. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും അടക്കം സ്ഥിതിഗതികൾ വിലയിരുത്തിക്കൊണ്ട് ഈ ഏത് തരത്തിൽ വേണം ഇന്ത്യയുടെ പ്രവർത്തനങ്ങൾ എന്നതിനെ തന്നെ മുന്നിൽ നിന്ന് തന്നെ വിലയിരുത്തൽ നടത്തിക്കൊണ്ട് ആഭ്യന്തരമന്ത്രി പൽഗാമിൽ എത്തിച്ചേരുന്നുണ്ട്. ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി അല്പസമയത്തുള്ളിൽ തന്നെ പൽഗാമിൽ അദ്ദേഹവും എത്തിച്ചേരും. അവിടെ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ എന്തായാലും ആ തരത്തിലേക്കുള്ള ഒരു ഇന്ത്യൻ സേനയുടെ ഭാഗത്തു നിന്നും ആ തരത്തിലേക്കുള്ള ജാഗ്രതയോട് കൂടിയുള്ള ഏത് വിധേനയും ഭീകരരെ പിടികൂടുക, ജീവനോടെയോ അല്ലാതെയോ പിടികൂടുക എന്ന ഒരു വലിയ ലക്ഷ്യത്തിന് മുന്നിലാണ് നിൽക്കുന്നത്. ആ തരത്തിൽ ഈ പറഞ്ഞ സഞ്ചാരികൾ നിരവധി ദൃശ്യങ്ങൾ, ഭയചകിതരായി നിലവിളിക്കുന്ന നിരവധി സഞ്ചാരികൾ ദൃശ്യങ്ങളടക്കം ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്നുണ്ട്. എൻ്റെ ഭർത്താവിനെ രക്ഷിക്കൂ, അദ്ദേഹത്തിനെ ആരെങ്കിലും ആശുപത്രിയിൽ എത്തിക്കൂ എന്ന് ഒരു സ്ത്രീ നിലവിളിക്കുന്ന ദൃശ്യങ്ങളും ഇതിൽ കാണാം. ഞങ്ങൾ സ്നാക്ക് കഴിക്കുന്നതിനിടെ ഒരാൾ കടന്നു വന്ന് എൻ്റെ ഭർത്താവിന് നേരെ വെടിവെച്ചു എന്നാണ് ഈ സ്ത്രീ PTA-യോടും മറ്റും പ്രതികരിച്ചത്. കാരണം ഏറെ സന്തോഷത്തോടു കൂടി അവധി ആഘോഷിച്ചുകൊണ്ടിരുന്ന, ടെന്റുകളിലും മറ്റുമായി ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന, കുതിരസവാരിയും മറ്റും ആസ്വദിച്ചുകൊണ്ടിരുന്ന ഒരു കൂട്ടം സാധാരണക്കാരായ നിസ്സഹായരായ സാധാരണക്കാരായ ആളുകൾക്ക് നേരെയാണ് ഈ ഭീകരർ വെടിയുതിർത്തത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. താഴ്വരയിലാകെ अरे मैडम, ये प्रेसिडेंट साथ आया है, आपको किसी चीज का डरने का नहीं, हम साथ में। आपको किसी को क्या हुआ है? आपने क्या देखा है? हम आ रहे हैं, आप टेंशन, कोई बात नहीं, हम हैं, हम आ रहे हैं, आप टेंशन मत लो मैडम, हम आ रहे हैं। मैंने खुदाया, कहाँ पे आपका बेटा, कहाँ पे है? कोई बात नहीं, हम इनके साथ हैं। ये प्रेसिडेंट है ना, वही साहब, ये यूनियन का प्रेसिडेंट है, ये साथ में, आपको कोई टेंशन नहीं मैडम, आप कोई टेंशन मतलब, हम साथ में। अरे मैडम, ये प्रेसिडेंट साथ आया है, आपको किसी चीज का डरने का नहीं, हम साथ में। आपको किसी को क्या हो? आपने आप बोले ना मुझे, क्या बोलते भेलपुरी खाने से मेरा पति साइड में था, एक इंसान है, उसने उसको गोली मार दी यहाँ पे। उसने बोला कि शायद मुस्लिम नहीं है, उसने उसको गोली मार दी। नहीं, आप टेंशन मत लो, अब बेटा आप यहाँ पे रहो, हम साथ में। मैडम, ये जो भहीर साहब है प्रेसिडेंट, आप टेंशन मत लो, मेरे पति का बच्चा लो, हम बचा देगा, कोई बात नहीं। भैया दब से मन युवा डिजाइन क्या है? ഇത്തരത്തിൽ പരിക്കേറ്റ് നിരവധി പേർ നിലത്ത് കിടക്കുന്നത് കാണാം. സംഭവ ഞെട്ടലിൽ ആകെ ഉലഞ്ഞ ഒരു കൂട്ടം സാധാരണക്കാർ. അതായത് കഴിഞ്ഞ കുറേ നാളുകളായി കശ്മീർ ശാന്തമായിരുന്നു, താഴ്വര ശാന്തമായിരുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരുപാട് ടൂറിസം കേന്ദ്രങ്ങൾ ഇവിടെയുണ്ട്. മിനി സ്വിറ്റ്സർലൻഡ് എന്നറിയപ്പെടുന്ന മേഖല കൂടിയാണ് ഈ പ്രദേശം എന്നുകൂടി ചേർത്ത് വെക്കണം. അങ്ങനെ നമ്മളെ വല്ലാതെ ഞെട്ടിപ്പിക്കുന്ന, വല്ലാതെ ആശങ്കപ്പെടുത്തുന്ന ഒരു ഭീകരാക്രമണമായി ഇത് മാറുകയാണ്. രാഹുൽ ഈശ്വർ കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. രാഹുൽ,
ഒരിക്കലും പൊറുക്കാനാവില്ല ഈ ആക്രമണത്തെ. കാരണം സമാധാനമായി അവധി ആഘോഷിക്കാനും മറ്റുമെത്തുന്ന നിസ്സഹായരായ സാധാരണക്കാരായ ജനങ്ങൾക്ക് നേരെയാണ് ഈ ഭീരുക്കളായ ഭീകരർ വെടിയുതിർത്തിരിക്കുന്നത്. ഇത് എങ്ങനെയാണ് ഇതിനെ കാണേണ്ടത്? അയൽ രാജ്യത്തിൽ നിന്നുള്ള സഹായമില്ലാതെ ഇത്തരം ആക്രമണം പ്രതീക്ഷിക്കണോ? ഈ ഭീരുക്കളും തെമ്മാടികളുമായ ഭീകരവാദികളും തീവ്രവാദികളും ലോകത്തിന് തന്നെ അപമാനമാണ്, നമ്മുടെ രാജ്യത്തിന്റെ ശാപമാണ്. ഓർക്കുക, കാശ്മീരിൽ അവരുടെ കുടുംബത്തോടൊപ്പം ഒഴിവുകാലമൊക്കെ ആസ്വദിക്കാൻ ചെന്നവരായിരിക്കും. നമ്മുടെ നാട്ടിലെ സമ്മർ വെക്കേഷൻ ഒക്കെ അല്ലേ 20 26 പേരിലധികം മരിച്ചു എന്നാണ് നാഷണൽ മീഡിയ അടക്കം റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ ബൈസാരൻ വാലി എന്ന് പറയുന്നത് ഇന്ത്യയുടെ സ്വിറ്റ്സർലാൻഡ് എന്നൊക്കെ അറിയപ്പെടുന്ന സ്ഥലമാണ്. പഹൽഗാം തന്നെ ഒരു പ്രധാനപ്പെട്ട സെന്ററാണ്. അത്യധികം അപലപനീയമാണ്. അതിശക്തമായ രീതിയിൽ നടപടിയെടുക്കണം. ഏതെങ്കിലും രീതിയിൽ ഇതിൽ പാകിസ്ഥാന്റെ കൈ ഉണ്ടെങ്കിൽ, മിക്കവാറും പാകിസ്ഥാൻ പലപ്പോഴും ഒരു ടെറർ ഫോറിൻ പോളിസിയായി പ്രൊമോട്ട് ചെയ്യുന്ന രാജ്യമാണ്. അപ്പോൾ ആ പാകിസ്ഥാന് അന്താരാഷ്ട്ര സമൂഹത്തിൽ ഒറ്റപ്പെടുത്താനും അതിശക്തമായ രീതിയിൽ നമ്മൾ നടപടിയും നിലപാടും എടുക്കണം. ഇതിൽ പെട്ടെന്ന് തന്നെ ഒരു ഇൻവെസ്റ്റിഗേഷൻ വേണം. ലഭ്യമായ വിവരങ്ങൾ പറയുന്നത് പട്ടാളക്കാരുടെ യൂണിഫോമിൽ വന്നിട്ടാണ് വെടിയുതിർത്തതെന്നാണ്. കാമോഫ്ലാഷ് ആണ് അവർ യൂസ് ചെയ്തിരുന്നു എന്നാണ്. ഈ പ്രത്യേക സ്ഥലത്തേക്ക് ഹോഴ്സ് വഴിയോ അല്ലെങ്കിൽ കുതിരപ്പുറത്തോ കഴുതപ്പുറത്തോ അല്ലെങ്കിൽ നടന്നോ മാത്രമേ എത്താനൊക്കെ കഴിയൂ. ആ അവസരത്തിൽ ഓടി രക്ഷപ്പെടാൻ പോലും, വണ്ടിയുടെ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെടാൻ പോലും സാധിക്കാത്ത രീതിയിൽ ആൾക്കാരെ ഇട്ട് വെടിവെച്ച് കൊല്ലുന്നത് അത്യധികം ഹീനമാണ്. എന്തുതരം മോശം മനസ്ഥിതിയാണ് എന്നുള്ളതാണ്. ചിലർ വളരെ പ്രകോപനപരമായ ചില മുദ്രാവാക്യങ്ങളും ഈ വെടിവെക്കാത്തവരോട് പറഞ്ഞു എന്നൊക്കെ നാഷണൽ മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കൂടുതൽ റിപ്പോർട്ടിനനുസരിച്ച് നമുക്കത് പറയാൻ പറ്റൂ. നിങ്ങൾ അവിടെ ചെന്ന് പറഞ്ഞേക്ക് ഞങ്ങൾ കൊന്നു തുടങ്ങിയ കാര്യങ്ങൾ. ലഭ്യമായ വിവരങ്ങൾ പ്രകാരം ലഷ്കർ ഇ തോയ്ബയുടെ അടക്കമുള്ള ആൾക്കാരാണ് ഇതിന് ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുന്നത്. അതിശക്തമായ രീതിയിൽ ഈ തീവ്രവാദ ഗ്രൂപ്പുകളെ അടിച്ചമർത്തണം, അവരെ ഇല്ലാതാക്കണം. ഇവർ കാശ്മീരിന് വേണ്ടിയല്ല, ഇവർ പലപ്പോഴും അവരുടേതായ തീവ്രവാദ ആശയങ്ങൾക്കും ഭീകരവാദ ആശയങ്ങൾക്കും വേണ്ടിയാണ് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ ആലോചിച്ച് നോക്കുക, ഇത് കേൾക്കുന്ന എല്ലാവരും ആലോചിക്കണം. പാവപ്പെട്ട കുട്ടിയും ഹസ്ബൻഡും വൈഫും ഒക്കെ ആയിട്ട് ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ഈ നിരായുധരായി ഇവരെ വെടിവെച്ചു കൊല്ലുന്നതിന് എന്ത് മഹത്വമാണുള്ളത്? ഈ ആശ്രയമില്ലാതെ ആയുധമില്ലാതെ നിൽക്കുന്നവരെ വെടിവെച്ചു കൊല്ലുന്നതിന് എന്ത് വലിയ യുദ്ധമാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്? അതുകൊണ്ട് ഈ തീവ്രവാദം ഭീകരവാദം തുടച്ചു നീക്കണം. പാകിസ്ഥാനിൽ സമ്മർദ്ദം ചെലുത്തണം. അതിശക്തമായ നടപടിയും നിലപാടും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. എത്രയും പെട്ടെന്ന് തന്നെ. ഞാൻ മനസ്സിലാക്കുന്ന ആഭ്യന്തരമന്ത്രി ഓൾറെഡി കാശ്മീരിലേക്ക് തിരിച്ചു. പ്രധാനമന്ത്രി വിദേശത്ത് ഈ പ്രസംഗം ഒന്ന് കേൾക്കണം. അത് പ്രസംഗിക്കുന്നത് പാകിസ്ഥാന്റെ ആർമി ചീഫായ ആസിഫ് മുനീറാണ്. ആസിഫ് മുനീർ ഏപ്രിൽ 16 ഒരു പ്രസംഗം, അതായത് സംസാരിച്ച ഒരു കാര്യമാണ്. അതിലേക്കൊന്ന് പോയിട്ട് രാഹുലിലേക്ക് വരാം. Our stance, government stance on Kashmir is absolutely clear. It was our jugular vein. It is our jugular vein. We will not forget it. And we will not leave our Kashmiri brethren in their heroic struggle, what they are waging against the Indian occupation. And we have fought free war for Kashmir. To the Muslims of the Gaza also. Every kind of support that has been extended. And it is Pakistan